ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു പിസ്സ ഫ്ലേവേർഡ് ആയിട്ടുള്ള അടക്രൊട്ടിയും അതേപോലെ തന്നെ ചെമ്മീൻ കൊണ്ടുള്ള അടക്രൊട്ടിയാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജീരകശാല അരി പുതിർത്തി വെക്കണം. ഞാനിപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് 4 മണിക്കൂർ പുതിർത്തി വെക്കണം. ഇനി അരക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 1 കപ്പ് തേങ്ങയും 1 കപ്പ് വെള്ളവും ചേർക്കാം. അതല്ലെങ്കിൽ ഇത് തേങ്ങാപ്പാലെടുത്തിട്ട് തേങ്ങാപ്പാലിൻ്റെ തേങ്ങാപ്പാലിൽ തന്നെ നമുക്ക് ഈ അരി അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങയും വെള്ളവുമായിട്ടാണ് ചേർക്കുന്നത്. അതും അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് മിൽക്ക് 1/2 കപ്പ് ഫ്രഷ് മിൽക്കും 1/2 കപ്പ് പച്ചവെള്ളവും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ഏലക്കായും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല സ്മൂത്ത് ബാറ്റർ ആവണം. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഉള്ളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാനും പറ്റും. അതിന് ഉള്ളി ഇല്ലാണ്ട് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യുക ചിക്കൻ. എന്നിട്ട് അതിനെ വെറുതെ ഫ്രൈ ചെയ്ത് കൊടുത്താലും മതി. ഒരു ഗ്രിൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. രണ്ടെങ്ങനെ ചെയ്താലും ഏകദേശം സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു സോസ് മിക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ കെച്ചപ്പ്, കുറച്ച് അധികം എടുത്താലും കുഴപ്പമില്ല. കുറച്ച് സോയാ സോസ്, ഒരു 1/4 ടീസ്പൂൺ സോയാ സോസും പിന്നെ ഒറിഗാനോ ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ ഇട്ട്. കാരണം ഒറിഗാനോൻ്റെ ഫ്ലേവർ നമുക്ക് പിസ്സയിലും ഇങ്ങനെ ഇറ്റാലിയൻ റെസിപ്പീസിലൊക്കെ ഒറിഗാനോൻ്റെ ഫ്ലേവർ വരുമ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ആവശ്യത്തിന് മൊസറല്ല ചീസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിത്തട്ടൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഗീ ഒന്ന് എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ബാറ്റർ കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം ഫില്ലായി പോകരുത്. ഒരു പകുതി ഭാഗം വരെ ഫില്ലായാൽ മതി. കാരണം പിന്നെ നമ്മൾ വെജീസും ചിക്കനൊക്കെ ഇടുമല്ലോ. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടോപ്പിംഗ് ചെയ്യാം. ഇപ്പം നമുക്ക് വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ഹാലപ്പേനോസും പിന്നെ കക്കിരിയും ഒലീവ്സും പാസ്ലിയും പിന്നെ ജസ്റ്റ് കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാലപ്പേനോസ് നാട്ടിലൊക്കെ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ക്യാപ്സിക്കം വെച്ചാലും മതി. പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ ബജി മുളകില്ലേ, അതൊന്ന് ഉപ്പിലിട്ട് വെച്ചിട്ട് നമ്മളൊരു 5-6 ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ ഉപ്പും വിനീഗറും ഇട്ട് വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്താലും മതി. ഈ ഹാലപ്പേനോസിന് വേറെ തന്നെ ഒരു നല്ല ഫ്ലേവറാണ്. പിന്നെ നമ്മൾ കെച്ചപ്പിൻ്റെ ആ സോസ് ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഓവറായി പോകണ്ട. പിന്നെ ചിക്കനും കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് മൊസറല്ല ചീസ് ഒന്ന് ടോപ്പിങ് ചെയ്ത് കൊടുക്കുക. നമുക്ക് രണ്ടാമത്തെ തട്ടും ഇതേപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം സെയിം പ്രൊസീജിയർ തന്നെ ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ഫ്ലേവേർഡ് ആയിട്ടുള്ള അടക്രൊട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് ചൂടാറിയതിന് ശേഷം അത് എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ ഇതേ ടോപ്പിംഗ് വെച്ചിട്ട് നമുക്ക് ബ്രെഡിൻ്റെ മേലെയും ചെയ്ത് കഴിഞ്ഞാൽ ബ്രെഡ് ജസ്റ്റ് ഒന്ന് പാനിൽ ചൂടാക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് പിസ്സയും റെഡിയാവും. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി നോക്കാം. രണ്ടാമത്തെ റെസിപ്പി ചെമ്മീൻ ഫ്ലേവേർഡാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാനിത് ഡിന്നറായിട്ടാണ് യൂസ് ചെയ്തത്. അത് കാരണം കുറച്ചധികം എടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഒരു 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ലൈക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം. 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 5-6 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമ്മൾ അത് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോപ്പറിൽ ഇടുന്നുണ്ട്. മീൻവെൽ നമ്മൾ പാന് ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് കുക്കായി കിട്ടിയാൽ മതി. അധികം ഫ്രൈ ആയി പോയി കഴിഞ്ഞാൽ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ പോയിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരി വെക്കാം. സെയിം പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഞാൻ അതിൽ തന്നെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പ് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ബാറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അര ഭാഗത്തോളം ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ ഒന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ചെമ്മീൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ജസ്റ്റ് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് മേലത്തത് മാറ്റി വെച്ചിട്ട് നമ്മൾ താഴത്തെ തട്ടിൽ കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് കവേർഡ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് അതേപോലെ മേലത്തെ തട്ടും കൂടെ അങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 to 4 മിനിറ്റ്സും കൂടെ ചെറിയ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വേവിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചെമ്മീൻ അടക്കറൊട്ടിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ട്രേയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവരും ഈ 2 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പിയായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.